ഒരു ആയോധനകലയെ നമ്മൾ കുറ്റം പറയുമല്ല, അത് അതിൻ്റെ ആ മുറയ്ക്ക് നിന്നോട്ടെ. അപ്പം ഈ ആശാന്മാരോട് എനിക്ക് പറയാനുള്ളത്, ആയോധനകല പഠിപ്പിക്കുന്ന ആശാന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അടിയും തടയും മാത്രമല്ല, അപ്രതീക്ഷിതമായി വരുന്ന അറ്റാക്കുകളെ കൂടി ചെറുത്തു നിൽക്കാൻ പഠിപ്പിക്കുക. എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ അനിൽ ചന്ദ്രൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല രസകരമായൊരു വീഡിയോ ആണ്. അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ മോൻ്റെ ഒരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ മോളുടെയൊക്കെ ആഗ്രഹമാണ് ആയോധനകലയായ എന്തെങ്കിലും ഒരു കലാരൂപം കല പഠിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, അത്യാവശ്യം നിങ്ങൾക്ക് സ്കൂളിൽ നമുക്ക് PT പീരീഡിൽ അധ്യാപകർ പഠിപ്പിക്കുന്ന എക്സസൈസ് കണ്ടിന്യൂ ചെയ്താൽ മതി. അത് തന്നെയാണ് ഏറ്റവും നല്ലത്. അതല്ല, ആയോധനകല അവിടെ സ്കൂളുകളിൽ പോയി പഠിക്കാനാണ് അവർ ഇഷ്ടം. അതിന് കാരണമെന്ന് പറയുന്നത്, എൻ്റെ അമ്മാവന്മാർ രണ്ടുപേര് ആയോധനകല പ്രാക്ടീസ് ചെയ്യുന്നവരാണ്, അവർ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ ഏട്ടൻ പഠിച്ചിട്ടുണ്ട്, ഏട്ടൻ്റെ മകൻ പഠിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവരോട് പറയുന്നുണ്ട്. നമ്മൾ ഒരാളെ അടിക്കുക, അത് തടയുക, ഇതാണ് ഏത് ആയോധനകലയിലും നമ്മൾ നാടൻ തല്ലാണ്. നാടൻ തല്ലെന്ന് വെച്ച് നമ്മൾ ആരും പഠിപ്പിച്ചതല്ല, നമുക്ക് എവിടെ വേണേലും വെച്ച് പടന്ന് പഠിക്കാം. അതിനെയൊന്നും അവർ പെട്ടെന്നൊന്നും തടുക്കത്തൊന്നുമില്ല കേട്ടോ. ഈ പഠിച്ചത് എന്ന് വെച്ചാൽ, അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, പ്രാക്ടീസ് ചെയ്തതിനെയാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏതൊരു ആയോധനകലയാണെങ്കിൽ പോലും നമ്മൾ പ്രതിരോധിക്കാൻ പഠിക്കുന്നതാണ് ആയോധനകല. നമ്മളെ തല്ലുന്ന ഒരാളെ മാത്രമാണ്, നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന ഒരാളെ പ്രതിരോധിക്കാൻ മാത്രമേ നമുക്ക് കഴിയുന്നുള്ളൂ. അതിന് ഉദാഹരണം എന്ന് പറയുന്നത്, ഒരു കരോട്ട ബ്ലാക്ക് ബെൽറ്റ് ആണ് മാഷ് വെറുതെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു പട്ടി വഴി കിടക്കുന്നു. ഈ മാഷിന്റെ കൺട്രോളൊക്കെ വെച്ചിട്ട് പട്ടിയെ വെറുതെ ഒരു ചവിട്ട് കൊടുത്തു. പക്ഷെ പട്ടിക്ക് മാഷിന്റെ കൂട്ട് കരോട്ട ഒന്നും പഠിക്കാത്തതുകൊണ്ട് ആ ഒരു പഞ്ചിങ്ങിൽ പട്ടി കയറി ഒരു പിടിച്ചിട്ട് ആ പട്ടി ആ കാലേന്ന് വിട്ടില്ല. അപ്പൊ അതാണ് ടൈമിംഗ് എന്ന് വെച്ചാൽ, നമ്മൾ പഞ്ച് ചെയ്യുമ്പോൾ എതിരെ നിൽക്കുന്ന ആൾ തട്ടിക്കളയുക. പക്ഷെ പട്ടി പഞ്ചിങ്ങും അല്ലെങ്കിൽ ഈ കരോട്ടോ പഠിക്കാത്തതുകൊണ്ട് എന്താണ്, മാഷിന്റെ കാല് പട്ടിയുടെ വായി തന്നെ 14 ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നു. ഈ അടുത്ത സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു സുഹൃത്ത് എന്നെ വിളിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിനെ ഭയങ്കര ആഗ്രഹമാണ്, പുള്ളിയും കരോട്ടൊക്കെ പഠിച്ച ഒരു വ്യക്തി തന്നെയാണ്, മകനെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഈ കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവിടാനായിട്ട് തിരിച്ചു വരുമ്പോൾ പുള്ളിയെ ഒരു 3-4 പട്ടി അറ്റാക്ക് ചെയ്യാൻ വന്നിട്ട് ലാസ്റ്റ് ഓടി ഒരു ചെളിക്കകത്ത് പോയി വീഴുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതാണ് ആയോധന കലകളെന്ന് പറയുന്നത്, ഏതും നമ്മൾ പ്രാക്ടീസിന്റെ പുറത്ത് ചെയ്യുന്നതാണ്. ഇപ്പൊ ഇന്ന് ഞാനൊരു മെക്കാനിക്കൽ ഫീൽഡാണ്, ഒരു മെക്കാനിക്കാണ്. അപ്പൊ എന്തെന്ന് പറയുമ്പോൾ, നമ്മൾ 1 പൗണ്ട് ചുറ്റലിന് നമ്മൾ സാധാരണ തട്ടി അഴിക്കുന്ന രീതിയിലുള്ള ഒരു വെയിറ്റ് ഒക്കെ നമുക്ക് ഈ ഒരു കൈ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പ്രാക്ടീസാണ്, നമ്മൾ വർഷങ്ങൾ കൊണ്ട് തന്നെ അത് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു പഞ്ച് എന്ന് വെച്ചാൽ 1 പൗണ്ട് ചുറ്റലിന് നമ്മൾ അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം, പ്രാക്ടീസിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ശരിയോ തെറ്റോ എന്നുള്ളത് എൻ്റെ സുഹൃത്തുക്കൾ കൂടെ പറയുക. നിങ്ങളുടെ അനുഭവം ഉണ്ടെങ്കിൽ പങ്കുവെക്കുക. കല എന്ന് പറയുന്നതിനെ കലാപരമായി തന്നെ കാണുക, അത് മറ്റൊരാളിനെ ഉപദ്രവിക്കാനുള്ളതല്ല. ഓക്കെ, ബൈ ബൈ.